രക്തക്കുറവാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ? ഓവർ ബ്ലീഡിങ്ങിന്റെ സമയത്തൊക്കെ സ്ത്രീകളിലും അതേപോലത്തെ ഇഷ്യൂസ് കാണാറുണ്ട്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്ന അവസ്ഥ അതും ധാരാളം പേര് അറിയാതെ പോകുന്നുണ്ട്. അത് ഭാവിയിൽ ധാരാളം ദോഷങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മളൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ പീസാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഇരുമ്പിന്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിയ വിളർച്ച തടയാനായിട്ടും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. കൊളസ്ട്രോളിന്റെ അളവിലെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ ബീട്രൂട്ടും അതേപോലെ തന്നെ നെല്ലിക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 3 ഉണക്കമുളക് കൂടി ചേർത്തിട്ടുണ്ട്. 4 ചെറിയ ഉള്ളി, അല്പം ഇഞ്ചി. ഇതിൽ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. വഴറ്റിയെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പീര എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി പീര. അതേപോലെ തന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും നെല്ലിക്കയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഓട്സ് കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത് നെല്ലിക്കയും അതിലെ വൈറ്റമിൻ സിയും എല്ലാം അണുബാധകളെ ചെറുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഹായ് എന്തെങ്കിലും മെസ്സേജ് അയക്കുക. താങ്ക്